ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ വളരെ പെട്ടെന്ന് ഷടപടേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിമുട്ടത്തോരനാട്ടോ ഇത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയായത്. എന്നാ പിന്നെ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. ഇത് ഉണ്ടാക്കാനായി ആദ്യമേ തന്നെ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ താരമായ 2 സവാള എടുത്ത് ഇതുപോലൊന്ന് അരിഞ്ഞെടുത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ തന്നെ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാട്ടോ. ഇതിന് പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നാ പിന്നെ അതിന്റെ ഒരു അഹങ്കാരവും ഇല്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ പെട്ടെന്നൊരു തോരൻ ഉണ്ടാക്കി കൊടുത്തു വിടാട്ടോ. അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ചങ്ങ് വേവിച്ചെടുക്കാട്ടോ. ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാനുണ്ട്. ഇതൊരു അടച്ചു വെച്ച് 1 മിനിറ്റൊക്കെ ഒന്ന് വേവിക്കുമ്പോഴേക്കും സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. അവിടെ 1 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. സവാളയൊക്കെ അവിടെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് മതിയാവും കേട്ടോ. ഇതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാട്ടോ. പൊടികളും അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്നങ്ങ് വഴറ്റിക്കെടുക്കാം. ഈ സമയം ആ ഫ്ലെയിം ഒക്കെ ഒന്നങ്ങ് കുറച്ച് വെക്കാൻ മറക്കരുത് കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടും. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മുട്ട കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്താ കേട്ടോ. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ചെറുതായിട്ടൊന്നങ്ങ് ഫ്രൈ ആയി വരുന്നത് വരെയും ഒരുപാട് മിക്സ് ആക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്നങ്ങ് വെന്ത് വരുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ആ മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു ഐറ്റം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ തോരനൂടെ റെഡി ആയി കിട്ടും കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ ഐറ്റം തേങ്ങയും കൂടെ ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് ഇത് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തോരൻ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പൊ എത്ര പെട്ടെന്നാ നോക്ക് ഈ തോരൻ ഉണ്ടാക്കി എടുത്തത്. മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തോരൻ തന്നെ ആയിരിക്കും ഇത്. എങ്കിലും ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റും കൂടെ ഒന്നങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് ഐറ്റം ഒന്നും ചേർക്കാനില്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതും ഒട്ടും ആഡംബരമില്ലാത്തതുമായ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അപ്പം ഇനിയും ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.